ഫ്രണ്ട്സ്, വെൽക്കം ടു പുളിയിഞ്ചി 222. സമീപം ഏറെക്കാലം ആയിട്ടുണ്ട്. എനിക്ക് കുളിച്ച് റെഡിയായി സ്കൂളിൽ പോകണം. ഞാനിപ്പോ എണീച്ചിട്ടേ ഉള്ളൂ. ഞാൻ വേഗം പലയൊക്കെ തേച്ചിട്ട് കുളിച്ചിട്ട് വരാം. നല്ല ഇരുവുണ്ട് ഗായ്സ്. ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ്. നമുക്ക് ഫുഡിന് എന്തൊക്കെയാ ഉള്ളതെന്ന് നോക്കാം. ഇഡലി, ചെറുങ്ങനെ വെച്ചൊരു ചമ്മന്തി, പിന്നെ അതിൻ്റെ കൂടെ ചായണ്ട്, പഴം, ചൂടുണ്ട്. നമുക്ക് കടയണം. ഞാൻ തൊട്ട് നോക്കുമ്പോൾ ചൂടാണ്. അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് കാണാം. നല്ല ഇഡലി ചൂടാണ്. ഞാൻ സ്കൂളിൽ ഇഡലി തന്നെയാണ് എടുക്കുന്നത്. എനിക്ക് ഉച്ചക്കന്നെ ക്ലാസ്സുള്ളൂ. അതുകൊണ്ട് ഇപ്പൊ ഞാൻ സ്കൂളിൽ ഇഡലിയാണ് എടുത്തിട്ടുള്ളത്. എനിക്ക് ഇഡലിയും സാമ്പാറും ഇഷ്ടം. അമ്മേനല്ലേ സമയമില്ല, അതുകൊണ്ട് ചമ്മന്തി ആക്കി. അത് പക്ഷെ കുഴപ്പമില്ല, എനിക്ക് ചമ്മന്തിയും ഇഷ്ടമാണ്. അതിൻ്റെ കൂടെ ഞാൻ കഴിച്ചോളൂ. ഞാൻ മാങ്ങയും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഞാൻ ഇത്രയൊക്കെയാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത്. ഞാൻ ഒരു കുപ്പി വെള്ളവും ഫുള്ള് നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്രയൊക്കെ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാൻ എടുക്കുന്നത്. ഒന്നിനെടുത്തു. ഇത് വെള്ളം കൂടി ഇതാണ്. ആർക്കും എൻ്റെ ലഞ്ച് തുറക്കാൻ ആവില്ല. എൻ്റെ സ്കൂളിൽ എനിക്ക് തുറക്കാനാവും സ്വയം. ശ്രീകൃഷ്ണ ജയന്തി ആവാനായില്ലേ? അതുകൊണ്ട് എൻ്റെ സ്കൂളിൽ കുറച്ച് ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നുണ്ട്. ടീച്ചർ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുപോകാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇത് എന്തൊക്കെയാ നോക്കിയാലോ? വരും ഫ്രണ്ട്സ്, രണ്ട് മടക്കാം. ഒന്ന് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് സജയ് സാറിനും ഒന്ന് എനിക്കും. മിററ്, കോട്ടന്, ഒന്ന് സ്റ്റോൺ പോലത്തെ ഒരു സ്റ്റിക്കേഴ്സ് ഉണ്ട്. പിന്നെ ഒരു സ്റ്റാർ. ഇത് ഇഷ്ടമുള്ള സ്ഥലത്തൊട്ടിക്കാരാമ്മ പറഞ്ഞത്. പിന്നെ അന്നത്തെ തുന്ന ഫെലിക്കോളാണ്. അന്നല്ല, അത് പുതിയതാണ്. പിന്നെ ഇതിന്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. ഇത് കുറച്ച് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സാധനങ്ങളാണ്. പിന്നെ റെഡ് കളർ എൻ്റെ ഫേവറേറ്റാണ്, ഭയങ്കര ഫേവറേറ്റാണ്. നോക്കൂ ഫാൻസ്, ഇതാണ് ഒരു റെഡ് കളർ. ഇത് റെഡ് കളർ റിബണ് യെല്ലോ കളറും വാങ്ങിയിട്ടുണ്ട്. റിബണ് ഇതും റിബണാണ്. മടുക്ക കളർ ചെയ്യാൻ അല്ലേ? കളർ ചെയ്യാൻ വേണ്ടിയിട്ട് യെല്ലോവും റെഡും കളർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലുള്ള രണ്ട് ബ്രഷ്, ബ്ലൂ, ഒന്ന് ഗ്രീൻ. ഞാൻ ഇത്രയൊക്കെ സാധനങ്ങളാണ് സ്കൂളിൽ കൊണ്ടുപോകുന്നത്. ഇതൊക്കെ നമ്മൾ യാത്ര പോയിട്ട് മേടിച്ചതാണ്. ഇന്നലെ ടീച്ചർ പെട്ടെന്നായിരുന്നു ഇതൊക്കെ കൊണ്ടുവരണമെന്ന് പറഞ്ഞ്. അതുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പോയി കൊണ്ടുവന്നു. അപ്പൊ ഞാൻ ഇതൊക്കെ എടുത്തു വെക്കട്ടെ. ഞാൻ ഇത് ബുക്സൊക്കെ ബാഗിലിടാൻ പോലെ ഇത് വേറെ വന്നിട്ട് ഡയറി നോക്കും വന്നിട്ട് പിന്നെ നോട്ട്ബുക്ക്, മാത്സ് നോട്ട്ബുക്ക്. എൻ്റെ മാത്സാണ്. ബുക്ക് വെക്കാൻ അത് രണ്ട് എടുത്തിട്ട് പിന്നെ ഡ്രോയിങ് ബോർഡ് എടുക്കാറ്. ഞാൻ യൂണിഫോം ഒക്കെ ഇട്ട് റെഡിയായി. എങ്ങനെയുണ്ട് എന്നെ കാണാൻ വേണ്ടിട്ട്? അടിപൊളിയല്ലേ? अंगारों का अंबर जाने दाए मेरे समय अंबारों में भरोसा दाए समय
ഞാൻ ഇപ്പൊ സ്കൂളിൽ പോയിട്ട് വരാം ഫ്രണ്ട്സ്. ഹലോ ഗൈസ്, ഞാൻ സ്കൂളൊക്കെ കഴിഞ്ഞു വീട്ടിലെത്തി. നേരത്തെ വീട്ടിലെത്തി. ഇപ്പൊ സന്ധ്യ ഒരു 6 മണിയൊക്കെ ആയി. അതിന്റെ ഇടയിലുള്ള ഒരു കാര്യങ്ങളൊന്നും വീഡിയോ എടുത്തില്ല ഫ്രണ്ട്സ്. ഫ്രൈഡേ നമ്മുടെ സ്കൂളിൽ ശ്രീകൃഷ്ണ ജയന്തി ഒരു സെലിബ്രേഷൻ ആണ്. എനിക്ക് രാധേന്റെ വേഷം കെട്ടി സ്കൂളിൽ പോകണ നല്ല രസം ഉണ്ടാവും. കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാൻ വേണ്ടിട്ട് ഞാനും അമ്മയും ഞാൻ ഒരു സംഭവങ്ങളൊക്കെ മേടിക്കാൻ ഒരു കടയിൽ പോയിട്ടുണ്ട്. പക്ഷെ അതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായില്ല. ആ സെലിബ്രേഷന് വേണ്ടിട്ട് നമ്മള് എന്തൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചതെന്ന് കാണിച്ചു തരാം. വാ ഗൈസ്. അപ്പൊ ഇതാണ് ആദ്യമായിട്ട് ഇടാൻ പോണ ഡ്രസ്. അപ്പൊ ഇതെങ്ങനെയുണ്ട് കാണാൻ വേണ്ടിട്ട് നല്ല ഭംഗിയില്ലേ? അതൊക്കെ ഞാൻ ഒരു കടയിൽ പോയി മേടിച്ചതാണ്. ഞാൻ ഈ ഒരു ഡ്രസ് വരുക. അതിന് ഒരു ദുപ്പട്ടയും കൂടി ഉണ്ടല്ലോ. ഈ ദുപ്പട്ടയാണ് എന്റെ കയ്യിലുള്ളത്. പിന്നെ ഞാൻ ഒരു വെള്ള മുടി മാറ്റും ഫ്രണ്ട്സ്. അത് ഞാൻ ഇട്ട് കാണിച്ചതാ. ഫ്രണ്ട്സ് നോക്കൂ ഫ്രണ്ട്സ്, ഞാൻ എങ്ങനെയുണ്ട്. ഞാൻ ഇത് മുള്ളന്റെ ഒരു സാധനം മേടിച്ചു. ഇത് മുല്ലപ്പൂവിന്റെ പ്ലാസ്റ്റിക് ആണ്. ഇത് ഞാൻ സ്വന്തം വാങ്ങിയതല്ല, റെഡിന് വാങ്ങിയതാണ്. ഞാൻ ഇത് സെലിബ്രേഷന് സ്കൂളിൽ തന്നെ ഇട്ടിട്ട് അവർക്ക് തന്നെ കൊടുക്കണം. ആ കടയിൽ തന്നെ തിരിച്ചു കൊടുക്കണം. ഒരു ദിവസത്തെ റെഡ് 150 rupees ആണ് വാങ്ങിയത്. ഞാൻ ഇതിട്ടിട്ട് രാധയായ വീഡിയോ ഞാൻ സത്യം എടുക്കും ഫ്രണ്ട്സ്. അപ്പൊ വൈൻഡപ്പ് ചെയ്യാല്ലേ? അപ്പൊ അത്രയേ ഉള്ളൂ വീഡിയോ. എല്ലാവർക്കും എൻ്റെ പുളിയിഞ്ചി വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമന്റും സബ്സ്ക്രൈബും ചെയ്യണേ. ബൈ ബൈ. ഷെയറും ചെയ്യണം, സപ്പോർട്ടും ചെയ്യാൻ മറക്കരുത്.